എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാക്കൊലൊന്നും നേടാനൊന്നുമില്ല. ഇന്റർവ്യൂ തരാന്ന് വെച്ചിരിക്കുമ്പോ ഇമ്മാതിരി തോന്നിവാസം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് എന്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ്. ആരാണാവോ അത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിമിഷ ബിജോ. വെൽക്കം ടു ഷോ. ഭർത്താവ് ഈ കുരിശായിരുന്നോ? ലൈവൊക്കെ എങ്ങനെ തോന്നുന്നു? സൂപ്പർ സൂപ്പർ. കത്തി കത്തി കേറി വരുന്നു. കത്തി കയറിയായിരുന്നു. എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ? ലൈവിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയോട് പബ്ലിക് ആയിട്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒരു ജാതി അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. അങ്ങനെയൊക്കെ പറയുമ്പോ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ചിരി വരൂ. ചിരിയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്രം തരുവോ? അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെന്താ? അപ്പൊ ചേച്ചിക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി ചാനൽസിനെ ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. മറുപടി ഉടനെ വേണം. ഉള്ളത് തുറന്നു പറയാലോ. ഇതിന്റെ PR ആരാ? ഈ ഒരു ചാനലില് എന്നെ നിമിഷ ബിജോ ഒന്ന് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ എന്റെ പുറകെ നടക്കുമായിരുന്നു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഇന്റർവ്യൂ ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാക്കൊലൊന്നും നേടാനൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു 10 റീല് അല്ലെങ്കിൽ ഒരു 2 റീല് റീച്ച് ആയി കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ ഇൻബോക്സ് ഇൻസ്റ്റാഗ്രാം നിറച്ച് ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിക്കും. എന്നാ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായാലും നമ്മുടെ രീതിക്ക് നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കൊണക്കിയോ അതൊന്ന് കൊണക്കിയോ. പിന്നെ അത് പറഞ്ഞ് മിക്കവാറും 500 രൂപ തന്നെ അത് പറഞ്ഞ് ഒപ്പിക്കും. എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു ഇന്റർവ്യൂ തരാന്ന് വെച്ചിരിക്കുമ്പോ ഇമ്മാതിരി തോന്നിവാസം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു ജാടയ്ക്ക് ഒന്ന് കൊഴിപ്പിക്കാൻ കുഴപ്പമായ ഞാൻ തോന്നിയസായിട്ടല്ല ചോദിച്ചത്. ഞാൻ ചേച്ചി റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചേച്ചി ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. നീ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നേ? അതിപ്പോ പറയാൻ കഴിയില്ല. പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. നിന്റെ ചാനൽ പിന്നെ ചക്കപ്പൊഴുക്കൊന്നുമല്ലല്ലോ കിട്ടുന്നത്. റീച്ചല്ല നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താൽ കിട്ടുന്നത്. പിന്നെ നാണക്കെടുത്തി എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും എനിക്കൊരു മനസമാധാനത്തിന് ഒറ്റ ചാനലിൽ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എല്ലാവർക്കും റീച്ച് വേണം എന്നല്ല, ലാസ്റ്റ് ചൊറിഞ്ഞ് നമ്മൾ അങ്ങേ അറ്റത്ത് കയറി പിടിക്കും. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചു. എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോ ഒരു സോറി ഉണ്ട്. സാറി കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ്. ഞാൻ ഒറ്റ ചാനൽ ഇന്റർവ്യൂ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ മടുത്ത്. ഞാൻ ചേച്ചി എന്നെ ഇവിടെ ഇന്റർവ്യൂവിൽ വിളിച്ച ആ ഒരു വേട്ട പറയും, ഞാൻ വിളിച്ചേ അങ്ങോട്ട്. ഇത് കിട്ടണത് നീ മേടിച്ചോ?